ഇത്തവണ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഞങ്ങളുടെ 45 വിദ്യാർത്ഥികളിൽ 15 പേരുടെ വീഡിയോ ആണ് നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇത് അടുത്ത ബാച്ചിലെ കുട്ടികളാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. കുറച്ചധികം പേര് ഇടയ്ക്കിടെ വന്നു പോയിട്ടോ. കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ സാധാരണ ടീച്ചർമാർ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസാണ് ലേഖയുടെ വക കേട്ടോ. മെയിനായിട്ട് ഇവരോട് ചോദിക്കാന്ന് വെച്ചാൽ എത്ര A+ കിട്ടി, അതെല്ലാവരോടും ചോദിക്കും. അത് കഴിഞ്ഞാൽ എന്താണ് ഇനി പ്ലാൻ, ആരൊക്കെ റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട്, റീവാലുവേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഏത് സ്കൂളാണ് നല്ലത്, ഏതൊക്കെ സ്കൂളിലാണ് അഡ്മിഷൻ ട്രൈ ചെയ്യുന്നത്, A+ലൊന്നും കാര്യമില്ലടാ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വൺസ് കുട്ടികൾ എക്സാമൊക്കെ എഴുതി റിസൾട്ടൊക്കെ വന്ന് അടുത്ത അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ A+ൻ്റെയും B+ൻ്റെയും കാര്യം പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. ലേഖയുടെ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് നിങ്ങളെ ചോദിക്കല്ലേ എന്ന്. പക്ഷേ ടീച്ചറായി പോയില്ല. എല്ലാ ടീച്ചർമാർക്കും ഒരു ജിജ്ഞാസ ഉണ്ടാവും, അവരുടെ കുട്ടികൾ എന്തായി, എത്ര പേരാണ് ഫുൾ A+ വാങ്ങി, അങ്ങനെ അറിയാനുള്ള താല്പര്യം ഉണ്ടാവും. സെന്റ് ജോൺസിലെ നല്ല ക്ലാസ്സാണ് കേട്ടോ. നിങ്ങളാരും സെന്റ് തോമസിലെ ടെസ്റ്റ് എഴുതിയോ? സെന്റ് തോമസിൽ ആരും എഴുതിയില്ല. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കഴിഞ്ഞ് കുട്ടികളുണ്ടെന്ന് സമ്മാനം ടീച്ചർക്ക് കൊടുക്കുക കേട്ടോ. ഇത് സ്ഥിരം പരിപാടി കേട്ടോ ഇവിടെ. ഇത്തവണ പക്ഷെ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട്. എന്താ ട്വിസ്റ്റ് എന്ന് നോക്കി കേട്ടോ. എനിക്കുണ്ടോ? എടുക്കടാ ഫോണ്. സാറ് വളരെ ഹാപ്പിയാണ്. സാർ എപ്പോഴും പറയും സാറിന് ആരും കൊടുക്കില്ലെന്ന്. കുട്ടികളിങ്ങനെ സ്നേഹത്തോടെ സാറെന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഞാൻ ആകെ മാസത്തിൽ 1-2 ദിവസം ഇവർക്ക് ക്ലാസ് എടുക്കാറുള്ളൂ. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയവയാണ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട്സ്. അത്യാവശ്യം വന്നാൽ എല്ലാം എടുത്ത് കൊടുക്കും കേട്ടോ. എന്തായാലും ഷർട്ട് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. ഈ സാരി കണ്ടോ? യെസ്, ലേഖയ്ക്കില്ലാത്തൊരു കളറാണ്, എനിക്കിഷ്ടമായി കേട്ടോ. ഇത് ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് കുറേ പേര് വന്ന് ലേഖയ്ക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. മക്കൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. ഇത് മൊത്തത്തിൽ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് കേട്ടോ. ഇത് തന്നെയല്ല, ഇനിയും കുറേ അധികം വരാനുണ്ട് കേട്ടോ. സാധാരണ വരുന്നത്രയൊന്നുമല്ല, ഒരുപാട് എത്താറുണ്ട്. എല്ലാ വർഷങ്ങളിലും അവരുടെ സാറിനും കുട്ടികൾ ഗിഫ്റ്റ് എന്തെങ്കിലും കരുതാറുണ്ട്. ഇത്തവണ കിട്ടിയ 2 ഷർട്ടാണ് കേട്ടോ. ഇത് ഒരെണ്ണം കാണിച്ചിരുന്നു ഞാൻ, ഇപ്പോൾ ഈ കാണുന്ന രണ്ടാമത് കിട്ടിയ ഷർട്ടാണ് കേട്ടോ. രണ്ടും എനിക്കിഷ്ടമായി. ഇത്തവണ 2 കേക്കുകളാണ് ഞങ്ങളുടെ കുട്ടികൾ വന്നിരിക്കുന്നത്. ഒരു കേക്കിൻ്റെ പുറത്ത് സാറിനും ടീച്ചറിനും നന്ദി എന്ന് കുട്ടികൾ. ഇത് ഞങ്ങൾ അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കേക്കാട്ടോ ഈ കാണുന്നത്. ഇത് ഒരെണ്ണത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ആക്കിയതിന് നന്ദി. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം കേട്ടോ. ഇനി ഇത് ടീച്ചറുടെ വക കേക്ക് കട്ടിങ്ങും കുട്ടികളുടെ വക ആഘോഷവും. കുട്ടികൾ കൊണ്ടുവരുന്ന കേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഞങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുക സാറിന് ഞങ്ങൾ ചെയ്യാറില്ലേ. ഞാനുള്ളപ്പോൾ മാത്രമേ ഈ വീഡിയോ എടുക്കലൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ. കുട്ടികൾക്കും അത് ഇഷ്ടമാണ്, കാരണം അവർക്ക് ആവശ്യമുള്ളപ്പോൾ കയറി കാണുകയും ചെയ്യാമല്ലോ. ഇതിനി എൻ്റെ ഉഴവാണ്. ഇത്തവണ എനിക്ക് തോന്നുന്ന 2 കേക്ക് കൊണ്ടുവരാനുള്ള കാരണം ഇവർ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ വേറെ സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കുള്ള ഷർട്ട് വാങ്ങിയത് ആൺകുട്ടികളും ടീച്ചർക്കുള്ള സാരി വാങ്ങിയത് പെൺകുട്ടികളും ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഈ കുട്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവർ 8ാം ക്ലാസ് ആകുമ്പോൾ ഇങ്ങോട്ട് ട്യൂഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 8, 9, 10 3 വർഷം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് യാത്ര പറയുക. അപ്പോൾ അവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അത്രയും കൂടുതലായിരിക്കും കേട്ടോ. ഇത്തവണ എന്തായാലും ഡ്രിങ്ക്സ് കൊടുത്തത് കേക്ക് കട്ടിങ്ങിന് ശേഷമാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്കൊരു ആഗ്രഹം, അവർ പഠിച്ചിരുന്ന ക്ലാസ് റൂം അവസാനമായിട്ടൊന്നുകൂടെ കാണണമെന്ന്. ഈ ചുമരുകളുടെയൊക്കെ വൃത്തി കണ്ടിട്ട് ഇവരൊക്കെ നല്ല കുട്ടികളാണെന്ന് കരുതരുത് കേട്ടോ. ഇതൊക്കെ പുതിയ വർഷത്തെ ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ നല്ല കാശ് ചിലവാക്കിയിട്ട് വൃത്തിയാക്കി എടുത്താൽ കേട്ടോ. ഇവരൊക്കെ ഇങ്ങനെ യാത്ര പറഞ്ഞ് പോയി കഴിയുമ്പോൾ ലേഖ കുറേ സമയത്ത് നല്ല മൂടിയായിരിക്കും കേട്ടോ. കാരണം 3 വർഷത്തെ അറ്റാച്ച്മെൻറ്റ് ഇത്രയും കാലം കൂടുന്ന കുട്ടികൾ പോകുമ്പോഴൊരു സങ്കടം നമുക്ക് ഊഹിക്കാം അല്ലേ.